അല്ലേ ഇത് അപ്പൊ ഞാൻ അപ്പൊ അവരോട് ചോദിക്കുക ബാബു ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ അതാ ഉറപ്പിച്ചോ എന്ന് ഞാൻ പറയാം. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ലേഖയും നീതുവും പിന്നെ ഇതിന്റെ മുൻഗണന ഞങ്ങൾ മൂന്നായിട്ട് ആളുകൾ കൂടിയാണ്. ടീച്ചറുടെ താല്പര്യവും എനിക്ക് വന്ന രാഷ്ട്രീയം പറഞ്ഞു അതുകൊണ്ടാണ് ഏകദേശം കഴിഞ്ഞാണ് നീണ്ടുപോയത്. നീണ്ടുപോയത് അതുകൊണ്ടാണ്. പക്ഷെ അതല്ല ഇപ്പൊ ഇത് ഈ രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയക്കാർ പോയാൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടിയ പോലെ രാഷ്ട്രീയക്കാർ ഉണ്ടായിക്കോട്ടെ. രാഷ്ട്രീയക്കാര് വലിയ വലിയ രാഷ്ട്രീയക്കാര് കാരണം ഭാഗവതർ ടീച്ചറെ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഇവിടെ ആളുകൾ കൂടുതലാണ് വേണ്ടത്. ആവട്ടെ, എന്തായാലും ടീച്ചറെയും നന്നായി പ്രവർത്തിക്കാൻ സഹായിച്ച ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഇവിടെ എന്ത് നടന്നാലും എന്നെ വിളിക്കാതെ ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിയുന്നത്. ഒരു കൊടി വരുത്തണമെന്ന് പറഞ്ഞാൽ മെമ്പറെ വിളിച്ചാൽ മെമ്പർ അത് ആ പരിമാഷോട് പറയാം. അതൊക്കെ പറഞ്ഞു ടീച്ചർക്ക് ഈ റിട്ടയർമെന്റ് ലൈഫ് ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷത്തില്ല. അതിനെന്താ അംഗനവാടി വിടുന്നു ഒഴിവായി വേറെ സ്ഥലത്ത് പോയി അവിടെ പുറ്റി നടത്തണമെന്ന് ഞങ്ങൾ ഒരു സംശയത്തിൽ നിന്ന് അപ്പോഴാണ് അംഗനവാടി നിന്ന് പുതുക്കി. അതൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ടീച്ചർക്ക് ഒരു നല്ല മരുമോളെ കിട്ടി. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ട അങ്ങനെ ഉള്ള സന്തോഷത്തിലാണ്. ജോലി വാ അപ്പോൾ ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും ദൈവം നമ്പരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ സംഗ്രഹിക്കുകയാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനിയായ ടീച്ചർ, പൈലി മാഷ്, അംഗനവാടി ടീച്ചേഴ്സ്, ബാബു അടക്കം വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു ടീച്ചറെ സംബന്ധിച്ച് ആദ്യാക്ഷരം കുറിക്കാനായിട്ട് മക്കളെ കൊണ്ടുവരും. അവർ ഒന്നേന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ അംഗനവാടി ടീച്ചറാണ്. അവരുടെ കഷ്ടപ്പാട് ഇനി മുകളിലേക്കുള്ള ഒരു ടീച്ചേഴ്സിനും വേണ്ട. പക്ഷെ അതിൻ്റേതായ ഒരു നന്ദിയോ ഒരു നന്ദി പ്രകടനം പോലും ഈ അംഗനവാടി കണ്ടില്ല. അതിനകത്തൊരു വിഷമമുണ്ട്. കാരണം മുൻപ് ഈ ടീച്ചർ 40 വർഷം ഇവിടെ പഠിപ്പിച്ചതാണ് ഈ അംഗനവാടി തന്നെ. വേറെ അംഗനവാടിയിലേക്ക് പോയിട്ടില്ല. 28 വർഷം ഇവിടെ 28 വർഷം ഈ പഠിപ്പിച്ചു വിട്ട മക്കളെല്ലാവരും കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളുമായിട്ടുള്ള പ്രായം വരെ ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചറാണ്. അതിൻ്റെ ഒരു സഹകരണം ഇവിടെ കാണാത്ത ഒരു സങ്കടമുണ്ട്. കാരണം ആരോടും ഒരു എന്താണ് ബഹളത്തിൽ പോകുന്നൊരു ടീച്ചറല്ല. സ്വാഭാവികമായിട്ടും ടീച്ചറെ കുറിച്ച് ഞാൻ എപ്പോഴും ഒരു നന്മ പറയാറുണ്ട്. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു നന്മ മുന്നോട്ട് പോകുന്നത്രയും കാലം നമ്മുടെ ഒരു സഹകരണം എല്ലാവരോടും തന്നെ പറഞ്ഞതാണ്. ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ അവരുടെ വീട് അവരുടെ പണി ഒരു ഇലക്ഷൻ വർക്കിന് പോലെ അറിയിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മടിപ്പിച്ച് കളയുന്ന ഒരു മാലാണ്. ഒന്നിനും ഒരു സഹകരണമില്ല. ഒരു വോട്ട് ചെയ്യാനുണ്ടോ അതങ്ങ് വന്നേക്കാം. അത് മിക്കവാറും പേര് ഈ പ്രാവശ്യം ഒരുപാട് വോട്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് പോവുകയുണ്ട്. കാരണം ആരും ഒന്നിനുമില്ല. എൻ്റേതായ സ്വന്തം കൊച്ചുങ്ങളെ പഠിപ്പിച്ചു. അത് അവർക്ക് ഉത്തരവാദിത്വം. കൊണ്ടേ വിട്ടു. കൊച്ചൊന്ന് മുട്ടുകുത്തി വീണാൽ അത് ടീച്ചർക്ക്. അത് പറയാവുന്ന ഭാഷകളിലല്ല സംസാരം ആണ്. എനിക്കറിയാം ഈ ടീച്ചർ വന്നതിന് ശേഷം ടീച്ചറിനല്ല ഒരു അംഗൻവാടി ടീച്ചറിൻ്റെ കഷ്ടതകൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓരോ കാര്യത്തിനും അവരുടെ എത്തേണ്ട കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഇനിയാണെങ്കിലും 2 ടീച്ചർമാർ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ വാർഡിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ടീച്ചർ പോണതിന് പകരം 2 ടീച്ചർമാരുണ്ട്. കഷ്ടത്തെ അനുഭവിക്കാനാണ് വരുന്നതെങ്കിൽ ഓരോ കാര്യത്തിലും നിങ്ങൾ ഉത്തരവാദിത്തം നല്ല കഷ്ടത തന്നെ. ഞാൻ അന്നും ഈ കൊച്ചു ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് പൈകുമാഷുള്ളതിനും കാലം മോഡൽ ഇതിന് കഷ്ടപ്പാടില്ല. കാരണം ഇത്ര അടുത്താണ്. ഏത് കാര്യത്തിനും സാറ് മുൻപന്തിയിലുണ്ട്. അപ്പോൾ ബാബു ആണെങ്കിലും പിള്ളേർ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും ബാബു ഒരു പേരൻസ് എന്നുള്ള നിലയിൽ വേറെ ഞാനിവിടെ ഒരു തലകളും കാണുന്നില്ല. സത്യമാണ് ബാബു. ആ ഒരു കാര്യത്തിൽ വളരെ ഒരു നന്ദികേടാണ് നമ്മൾ ടീച്ചറോട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത്രയും പേര് വന്നവരും ഒറ്റ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് വന്നവരാണ്. എല്ലാവരോടും ഇതിൻ്റെ നന്ദി അറിയിക്കുന്നു.
ഐ സി ഡി